എന്തിനാ എല്ലാവരും ഇവിടെ കൂടി നിൽക്കുന്നത്? സാന്ദ്ര മന്ത്രിയങ്ങളിന് കത്ത് എഴുതി ടീച്ചറെ. കത്തോ? എന്ത് കത്ത്? നോക്കട്ടെ. ബഹുമാനപ്പെട്ട ധനമന്ത്രി അങ്കിളിന്, ഞങ്ങൾ ഉദയപുരം UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ സ്കൂളിലെ ബഷീർ മാഷിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. മാഷ് ക്യാൻസർ പിടിപെട്ട് ചികിത്സയിലാണ്. മന്ത്രി അങ്കിളിന്റെ കയ്യിൽ ധാരാളം പൈസയുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചു കാശ് ബഷീർ മാഷിന് കൊടുക്കൂ. കൺഗ്രാജുലേഷൻസ് മൈ ഡിയർ സ്റ്റുഡൻസ്, കൺഗ്രാജുലേഷൻസ്. വെറും ഒരു കത്തിന്റെ പുറത്ത് ധനകാര്യമന്ത്രിക്ക് നമ്മുടെ ബഷീർ മാഷിനെ സഹായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്ത് ചെയ്യും സാർ? അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ബഷീർ മാഷിന് ചികിത്സാ സഹായം ആവശ്യമാണെന്നുള്ള വിവരം അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ രേഖാമൂലം സർക്കാരിനെ അറിയിക്കണം. മാഷിന്റെ അസുഖ വിവരങ്ങളും വേണ്ടുന്ന ചികിത്സാ രീതികളെ കുറിച്ചും ഒക്കെയുള്ള ഒരു റിപ്പോർട്ട് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി ബന്ധപ്പെട്ട വകുപ്പിന് നൽകണം. ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ തന്നെ അയാൾ വല്ലാതെ തളർന്നു പോകുന്നു. അതിൻ്റെ കൂടെ ഭാരിച്ച ചികിത്സാ ചിലവിനെ കുറിച്ച് കൂടി ഓർക്കുമ്പോൾ അയാൾ പൂർണ്ണമായും തകരുകയാണ്. ഇന്നിപ്പോ സർക്കാരിന്റെ കാരുണ്യ ബെനവലൻ ഫണ്ടൊക്കെ ഉള്ളപ്പോ ചികിത്സാ ചിലവിനെ കുറിച്ച് രോഗി ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഡോക്ടർ, ഞങ്ങളുടെ സ്കൂളിലെ ബഷീർ മാഷ് ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലാ. അദ്ദേഹം സാമ്പത്തികമായി വളരെ പരാധീനതകളുള്ള കുടുംബ. ജോലി തന്നെ പെർമനന്റ് ആയിട്ടില്ല. ഈ കുട്ടികളും ഞങ്ങൾ സ്റ്റാഫും ഒക്കെ ചേർന്ന് പിരിച്ചെടുത്ത ചെറിയ തുക കൊണ്ടാണ് ഇപ്പൊ ചികിത്സാ ചെലവ് നടത്തുന്നത്. ഗവൺമെന്റിന്റെ കാരുണ്യ ബെനവലൻ ഫണ്ടിൽ നിന്ന് കുറച്ച് ധനസഹായം കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു സഹായം ആയേനെ. നിങ്ങൾ പേടിക്കണ്ട, ബഷീർ മാഷിന് ചികിത്സയ്ക്ക് ആവശ്യമുള്ള എല്ലാ പണവും സർക്കാരിന്. ബഷീറെ, ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ഫോർ യു. ബഷീറിന്റെ ഓപ്പറേഷനുള്ള കാരുണ്യ ബെനവലൻ ഫണ്ടിൽ നിന്നുള്ള നിങ്ങളുടെ കാശ് സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു. ഇതുവരെ പണമായിരുന്നല്ലോ ഓപ്പറേഷൻ തടസ്സമായിരുന്നത്. ഇപ്പൊ ആ തടസ്സം മാറിയ സ്ഥിതിക്ക് നമുക്ക് ഓപ്പറേഷൻ നാളെ തന്നെ നടത്തിയേക്കാം. ഒരിക്കലും ഒരു ഡോക്ടർ ഒരു രോഗിയെ മരണമല്ല, രോഗികളെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് എല്ലാ ഡോക്ടേഴ്സും പരിശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ പൂർണ്ണ വിജയമായിരിക്കും. എനിക്കൊരു ആപത്ത് സംഭവിക്കില്ല. പഴയതിനേക്കാൾ കരുത്തോടെ മടങ്ങി വരും. ഈ ക്യാൻസറിനെ തോറ്റു മാറും. ഞാൻ ക്യാൻസറിനെ പരാജയപ്പെടുത്തും. നിങ്ങൾ വിജയിക്കും, നിങ്ങൾ വിജയിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, മറ്റ് സഹപ്രവർത്തകരെ, നമ്മുടെ സമൂഹത്തിൽ ക്യാൻസർ എന്ന് കേട്ടാൽ മരണമെന്നാണ് എല്ലാവരുടെയും വിചാരം. ഡോക്ടർമാരുടെ സേവനവും കാരുണ്യ ചികിത്സാ പദ്ധതിയുടെ ധനസഹായവും ഈശ്വരന്റെ കൃപയും ഉണ്ടെങ്കിൽ ക്യാൻസർ ഒരു ഭീകര രോഗമല്ല. ഇതിന്റെ കൂടെ മനോധൈര്യം കൂടി ഉണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ മാഷ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹപ്രവർത്തകരെ, ഇതെന്റെ 2ാം ജന്മമാണ്. ഈ ജീവിതം എനിക്ക് സമ്മാനിച്ചത് ഒരിക്കലും തോൽക്കാത്ത എൻ്റെ മനസാന്നിധ്യമാണ്. പിന്നെ എന്നെ ചികിത്സിച്ച ഡോക്ടർമാരും കാരുണ്യ ബെനവലന്റ് ഫണ്ടിന്റെ ധനസഹായവും ഒപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും